ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്നൊരു നല്ല അടിപൊളി പെട്ടെന്നൊരു ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ അത് ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അതിലോട്ട് കുറച്ച് നാരങ്ങ നീരും പിന്നെ ആവശ്യത്തിനുള്ള മസാലകൾ, പിന്നെ ചിക്കൻ മസാല മാത്രം ചേർത്തിട്ടാട്ടോ, ഉപ്പും ചിക്കൻ മസാലയും ചേർത്തിട്ടാണ് തിരുമ്മി വയ്ക്കണേ. വേറെ ഇപ്പോൾ അതിലേക്ക് വേറെ മസാലയൊന്നും ചേർക്കില്ല. എന്നിട്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കില്ല ഇപ്പം. എന്നിട്ടാണത് കറി വയ്ക്കണത്. ഒത്തിരി നേരമൊന്നും വേണ്ട, പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോഴത്തേനും അതിലോട്ടുള്ള സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാലകളൊക്കെ ഞാൻ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് 3 ചേർത്ത് പച്ചമണം മാറാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പച്ചമണം മാറി ഡയറക്റ്റ് ഇടുന്നതിൽ നല്ല പച്ചമണം മാറ്റി ഇടുന്നതാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉലുവയായിട്ട് പൊട്ടിച്ചത്, ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് ഈ 3 സവാളയും അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചിലപ്പോൾ ഞാൻ വഴറ്റിയിട്ട് അരക്കി കൂട്ടോ, അന്നേരം കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പെരിഞ്ചീരകവും കൂടെ നന്നായിട്ട് ചതച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വാടണം. വാടുമ്പോഴാണ് അതിൻ്റെ പച്ചമണം ശരിക്കും മാറുള്ളൂ. എന്നിട്ട് അതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞിട്ടു. തക്കാളി ഒന്ന് വെന്തുടഞ്ഞപ്പോൾ അതിലോട്ട് മസാല റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. എന്നിട്ട് അതിലോട്ട് ഉരുളക്കിഴങ്ങ്, ഞാൻ എപ്പോഴും കറി വയ്ക്കുമ്പോൾ ചിക്കൻ വയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇടും കേട്ടോ. പാകത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റോളം മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലും ആ കിഴങ്ങിന് അല്ലെങ്കിൽ ഒരു വെള്ളച്ചോ വരും. പിന്നെ അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കേട്ടോ. വെള്ളം ഒഴിച്ച് ശരിക്കും തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ, ശരിക്കും മുരിച്ചല്ല വറുത്തേക്കണം, എന്നാലും ഒരു ഇതിൽ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. തേങ്ങാപ്പാലിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് എന്നിട്ട് ഒരു പകുതി വേവായി കഴിയുമ്പോഴാണ് ഞാൻ ചിക്കൻ മസാല ചേർക്കണേ. അപ്പോൾ കറിക്കൊരു കൊഴുപ്പും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അത് റോസ്റ്റ് ചെയ്തിടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. പച്ചനെ തന്നെ ഇടുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇനി അതൊന്ന് വേവിക്കാൻ വെക്കണം. വെന്ത് വന്നപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അതേ കണ്ടില്ലേ? എല്ലാവരും സബ്സ്ക്രൈബ്